ഇന്ന് ഷിനാജിന് ഉച്ചക്കത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. ഷിനാജിന് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇടക്കിടക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുത്തുവിടും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ തലേദിവസം രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ ഈസിയാണല്ലോ. പിന്നെ തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാൻ തൈരാണ് കേട്ടോ ഉണ്ടാക്കിയത്. പപ്പടം പൊരിക്കാൻ നോക്കിയപ്പോൾ പപ്പടം ഇല്ലായിരുന്നു. അച്ചാറാണെങ്കിൽ തീർന്നിരിക്കുമായിരുന്നു. ഷിനാജിന് അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ തൈര്. എന്നാലും എന്തെങ്കിലും വേണ്ടേന്ന് ഓർത്തിട്ട് ഞാനത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുവാണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ രാവിലത്തേക്കുള്ള കറിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിനുള്ള അപ്പവും ചായയും പിന്നെ ഉമ്മ ഉണ്ടാക്കി. അപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ. ജസ്റ്റ് അരിപ്പൊടി വെള്ളം പോലെ കലക്കിയിട്ട് ചട്ടിയിൽ ഒഴുക്കി. എത്രയുള്ള ഐറ്റം സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ഐറ്റം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ. ആദ്യം വന്ന ടൈമിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ കഴിച്ച് ഞാൻ എനിക്കും അത് മടുത്തു. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് അപ്പോഴത്തേക്ക് ഷിനാജ് പല്ല് തേക്കാൻ എണീറ്റ് പോയി. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിക്ക് വിരിച്ചിടുവാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ ഈ ട്രൈപോഡും കൊണ്ട് നടന്ന് വീഡിയോ എടുക്കലും കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അങ്ങനെ അത് ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ട് ഞാൻ ഷർട്ട് തേക്കാനായിട്ട് എടുത്ത്. ഷിനാജിന് പിന്നെ ഇന്ന ഷർട്ട് തന്നെ തേക്കണം, ഇന്നതേ ഞാൻ ഇടത്തുള്ളൂ, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ എടുത്ത് തേച്ചോളാൻ. അപ്പോൾ എപ്പോഴും എൻ്റെ ഇഷ്ടത്തിനാണ് ഷർട്ട് എടുത്തിട്ട് ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കുന്നത്. പിന്നെ പാൻറ് അങ്ങനെ പൊതുവേ തേക്കാറില്ല, നല്ല ചുളുക്കുണ്ടെങ്കിൽ മാത്രം ജീൻസും കൂടെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുവേ. അങ്ങനെ ഷിനാജ് കുളിച്ച് വരുമ്പോഴത്തേക്കും ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കട്ടിൽ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അപ്പോഴത്തേക്ക് ഷിനാജ് കുളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുക എന്നിട്ട് ആളിതേ കർട്ടൻ്റെ മറവിൽ എങ്ങനെയൊക്കെ മറിഞ്ഞ് നിൽക്കാവോ അങ്ങനെയൊക്കെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആളുടെ മാറ്റലും മേക്കപ്പ് ഇടലും മുടി ചെയ്യലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് പോയിട്ട് ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. മിക്ക ദിവസങ്ങളിൽ നല്ലപോലെ വൈകിയാണ് കേട്ടോ ഷിനാജ് എണീക്കാറ്. എന്നിട്ട് പോകാൻ നേരമാകുമ്പം ഒരു വെപ്രാളവും ഓട്ടവുമാണ്. കുളി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്ക് സ്പീഡ് കൂടും കേട്ടോ. 10 മിനിറ്റിൽ ഡ്രസ്സ് മാറ്റലും ഫുഡ് കഴിക്കലും എല്ലാം കൂടെ ഒതുക്കിയിട്ട് ഒറ്റൊരോട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ്. ഞാൻ കഴിക്കുന്നത് രാവിലെ ഉണ്ടാക്കിയ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അപ്പത്തിൻ്റെ കാര്യം എനിക്ക് ഇഷ്ടമല്ലെന്ന്, അതായതുകൊണ്ട് ഞാൻ അപ്പം കഴിച്ചില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഷിനാജ് ആണെങ്കിൽ നല്ല സ്പീഡിലുമാണ് കഴിക്കുന്നത്. അങ്ങനെ ലഞ്ച് ബാഗ് കൊടുത്ത് പിള്ളേരെ സ്കൂളിൽ വിടുന്ന പോലെ ആളെ ഞാൻ വർക്കിന് പറഞ്ഞയച്ചിട്ടുണ്ട്.